Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. അപ്രന്റീസ്ഷിപ്പുകൾക്കായി പ്രധാന ബിരുദ കോഴ്സുകൾ മാറ്റുമെന്ന് പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം. വീണ്ടും അധികാരത്തിലെത്തിയാൽ പ്രതിവർഷം 1,00,000 അപ്രന്റീസ്ഷിപ്പുകൾക്ക് ധനസഹായം നൽകുന്നതിന് ഇംഗ്ലണ്ടിലെ ചില യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നിർത്തലാക്കുമെന്ന് പ്രധാനമന്ത്രി ഋഷി സുനാക്. ഉയർന്ന കൊഴിഞ്ഞുപോക്ക് നിരക്കും മോശം തൊഴിൽ സാധ്യതകളും കാരണം ഏറ്റവും മോശം പ്രകടനമുള്ള ബിരുദങ്ങൾ റിപ്പ് ഓഫായി കണക്കാക്കുമെന്ന് ടോറി പാർട്ടി പറയുന്നു. പുതിയ അപ്രന്റീസുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായതിനാൽ ലേബർ സർക്കാരിനെ വിമർശിച്ചു. യുവാക്കൾക്കുള്ള ഗിയറിംഗ് അപ്രന്റീസ്ഷിപ്പുകൾക്ക് മുൻഗണന നൽകുമെന്ന് അത് പറഞ്ഞു. 2ാം ക്ലാസ് തൊഴിലാളികളെ പോലെയാണ് സർക്കാർ അപ്രന്റീസുകളോട് പെരുമാറിയതെന്ന് ലിബറൽ ഡെമോക്രാറ്റുകൾ കുറ്റപ്പെടുത്തി. മുൻ ലേബർ പ്രധാനമന്ത്രി ടോണി ബ്ലെയറിന്റെ ആഗ്രഹം യുവാക്കളിൽ പകുതി പേർക്കും യൂണിവേഴ്സിറ്റിയിൽ പോകാനുള്ള ആഗ്രഹം കുറഞ്ഞ മൂല്യമുള്ള ഡിഗ്രി ബലൂണിംഗിലേക്ക് നയിച്ചു എന്ന് കൺസർവേറ്റീവ്സ് പറഞ്ഞു. ഇംഗ്ലണ്ടിൽ ഓഫീസ് ഫോർ സ്റ്റുഡൻസിന് ഒരു സർവകലാശാലയെ അന്വേഷിക്കാനും അനുവദിക്കാനും കഴിയും. ഉദാഹരണത്തിന് പിഴകളോടെ അത് ചില മാനദണ്ഡങ്ങൾക്ക് താഴെയാണെങ്കിൽ മാത്രം. ഈസ്റ്റർ അവധിക്ക് വൂസ്റ്ററിലെ ഫാം സന്ദർശിച്ചവർക്ക് ഗുരുതര രോഗം. 80 പേർ ആശുപത്രിയിൽ. അവധി സമയത്ത് ഫാം സന്ദർശിക്കുന്നവർ മുൻകരുതൽ എടുക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കി വൂസ്റ്ററിലെ ഫാം സന്ദർശിച്ചവർക്ക് ഗുരുതര രോഗം. വളർത്തുമൃഗങ്ങളിൽ നിന്നും അണുബാധയുണ്ടായി ഗുരുതര രോഗം ബാധിച്ച് 80ഓളം പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത്. വയറിളക്കം ഉൾപ്പെടെയുള്ള രോഗങ്ങളാണ് പലർക്കും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വോസ്റ്റർഷെയറിലെ ഗാനോ ഫാം സന്ദർശിച്ച കുട്ടികളും മാതാപിതാക്കളുമാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ഇക്കഴിഞ്ഞ ഈസ്റ്റർ ഒഴിവു ദിനങ്ങളിലായിരുന്നു ഇവർ ഫാം സന്ദർശിച്ചത്. ഫാമിലെത്തിയവർ അവിടെയുള്ള മൃഗങ്ങളുമായി ഏറെ നേരം കളിച്ചിരുന്നു. തൊട്ടും തലോടിയും കെട്ടിപ്പിടിച്ചുമെല്ലാം അവർ വളർത്തുമൃഗങ്ങൾക്കൊപ്പം ഏറെ സമയം ചെലവഴിക്കുകയും ചെയ്തു. എന്നാൽ ഏത് മൃഗത്തിനാണ് അണുബാധയുള്ളത് എന്നത് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. മൃഗങ്ങളുമായി ഏറെ നേരം ചെലവഴിച്ചിട്ടും ചിലർക്ക് രോഗബാധ ഉണ്ടായിട്ടുമില്ല. എല്ലാ മൃഗങ്ങൾക്കും അണുബാധ ഇല്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ലണ്ടൻ ജ്വല്ലറിയിൽ കവർച്ചയ്ക്കിടെ ആക്രമണം, ഒരാൾ കൊല്ലപ്പെട്ടു. സൗത്ത് വെസ്റ്റ് ലണ്ടൻ ജ്വല്ലറിയിൽ കവർച്ചയ്ക്കിടെ മോഷ്ടാക്കൾ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വാച്ച് ഡീലറാണ് കൊല്ലപ്പെട്ടത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് റിച്ച്മണ്ടിലെ ക്യൂ റോഡിലെ കടയിലായിരുന്നു വിലപിടിച്ച വാച്ചുകൾ കവരാൻ അക്രമികൾ എത്തിയത്. കവർച്ചക്കാർ ജീവനക്കാരനെ ചാക്കോൾഡിനുള്ളിലാക്കി നിരവധി വാച്ചുകൾ മോഷ്ടിക്കുകയായിരുന്നു. അടുത്ത ദിവസം വൈകുന്നേരം സുരക്ഷയെക്കുറിച്ച് ആശങ്കയുണ്ടെന്ന റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ ഷെപ്പർട്ടണിലെ വിലാസത്തിലേക്ക് എത്തിയ പോലീസ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ജീവനക്കാരന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് അറിയിച്ചു. റിച്ച്മണ്ടിലെ ക്യൂ റോഡിലെ ജ്വല്ലറിയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ ജീവനക്കാരൻ വാച്ചുകൾ മേശപ്പുറത്ത് വെച്ച് 2 പുരുഷന്മാരോട് അവ കാണിക്കുന്നത് കാണാം. പെട്ടെന്നൊരാൾ ഇയാളുടെ മേൽ ചാടി കരുത്തിൽ പിടിക്കുകയായിരുന്നു. അതേസമയം കൂടെയുണ്ടായിരുന്ന പ്രതി ഡിസ്പ്ലേയിൽ വെച്ചിരുന്ന വാച്ചുകൾ എടുക്കുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പെൻഷൻകാരെ കയ്യിലെടുക്കാൻ പെൻഷനിൽ സൂപ്പർ ട്രിപ്പിൾ ലോക്കുമായി സുനാക്. നാഷണൽ സർവീസ് നിർബന്ധിതമായി നടപ്പാക്കി യുവാക്കൾക്ക് ദേശസ്നേഹം നൽകാനുള്ള പദ്ധതിക്ക് പിന്നാലെ പെൻഷൻകാർക്ക് പുതിയ ഉത്തേജന പാക്കേജുമായി ഋഷി സുനാക്. സ്റ്റേറ്റ് പെൻഷൻ നേടുന്നവർക്ക് പ്രതിവർഷം 2,000 പൗണ്ട് വരെ ലാഭം നൽകുന്നതാണ് പദ്ധതി. ഇതിന് തന്നെ വീണ്ടും തിരഞ്ഞെടുക്കാനാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നത്. പെൻഷനിലെ ട്രിപ്പിൾ ലോക്കിന് പുറമെ ടാക്സ് അലവൻസും വർദ്ധിപ്പിച്ചാണ് പ്രായമായവർക്ക് സമാധാനവും സുരക്ഷയും നൽകുക. പെൻഷൻകാർ ഇൻകം ടാക്സ് നൽകി തുടങ്ങുന്ന പരിധിയും ഉയർത്തും. അടുത്ത ഏപ്രിൽ മുതൽ ഇത് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് സുപ്രധാന വോട്ട് ബാങ്കിനെ ആകർഷിക്കാൻ സുനാക് പരിശ്രമിക്കുന്നത്. ലേബർ പാർട്ടിക്ക് കനത്ത വെല്ലുവിളിയാണ് ഈ പദ്ധതി. സ്റ്റേറ്റ് പെൻഷന് പുറമെ അലവൻസും വർദ്ധിപ്പിച്ചാണ് പദ്ധതി. 2029 സ്റ്റേറ്റ് പെൻഷൻ 1,677 പൗണ്ട് വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് പ്രവചനം. കൂടാതെ ടാക്സ് ഫ്രീ അലവൻസ് ആ സമയത്ത് പ്രതിവർഷം 275 പൗണ്ടായും വർദ്ധിക്കും. പോളണ്ടിൽ മലയാളി യുവാവിന്റെ മരണം. പോസ്റ്റ്മോർട്ടത്തിൽ തലയിൽ ക്ഷതം കണ്ടെത്തി. പോളണ്ടിൽ 2 മാസം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പെരിങ്ങോട്ടുകര സ്വദേശിയായ ആഷിഖ് രഘുവിന്റെ മരണത്തിന്റെ സത്യാവസ്ഥ തേടി കുടുംബം. സാധാരണ മരണം എന്ന രീതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കയറ്റി അയച്ച മൃതദേഹം നാട്ടിൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയപ്പോൾ തലക്കേറ്റ ക്ഷതം കണ്ടെത്തുകയായിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം നടന്ന ഈസ്റ്റർ ആഘോഷത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇതിന് പിന്നിലെന്നും വിശദമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഇന്ത്യൻ എംബസിയിൽ അപേക്ഷ നൽകിയിട്ടും ഇതുവരെ വീട്ടുകാർക്ക് മറുപടി ലഭിച്ചിട്ടില്ല. പെരിങ്ങോട്ടുകര സ്വദേശികളായ അമ്പാട്ടുവീട്ടിൽ അഭിലാഷ് ബിന്ദു ദമ്പതിമാരുടെ 2 മക്കളിൽ ഒരാളാണ് മരിച്ച ആഷിഖ് രഘു. 1 വർഷം മുൻപാണ് അയൽവാസിയായ യുവാവ് മുഖേന ആഷിഖ് ജോലി തേടി പോളണ്ടിലെത്തിയത്. മരിക്കുന്നതിന് ഏതാനും മാസം മുൻപ് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ജോലി തുടങ്ങിയിരുന്നു. മലയാളികളായ 2 സുഹൃത്തുക്കൾക്കൊപ്പമാണ് ആഷിഖ് താമസിച്ചിരുന്നത്. ഏപ്രിൽ 1 ആഷിഖ് മരിച്ചതായി വീട്ടിൽ സന്ദേശമെത്തി. താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് സുഹൃത്തുക്കൾ ആദ്യം അറിയിച്ചത്. NHSലെ വെയിറ്റിംഗ് ലിസ്റ്റ് കുറയ്ക്കുമെന്ന് ലേബർ പാർട്ടി. വാഗ്ദാന പെരുമഴയുമായി തിരഞ്ഞെടുപ്പ് രംഗം സജീവം. ജൂലൈ 4 നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ NHSന്റെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നത് പ്രധാന വാഗ്ദാനമായി അവതരിപ്പിക്കുമെന്ന് ലേബർ പാർട്ടി വ്യക്തമാക്കി.
NHS കാത്തിരിപ്പ് സമയം പരമാവധി 18 ആഴ്ചയായി കുറയ്ക്കുന്നതിനാണ് കൂടുതൽ മുൻഗണന നൽകുകയെന്നാവും ലേബറിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടാവുക. കോവിഡിന്റെ ആഘാതങ്ങളും സമരങ്ങളും മൂലം താറുമാറായ ആരോഗ്യ മേഖലയെ നേരെയാക്കാനുള്ള പദ്ധതികൾക്ക് ജനങ്ങളുടെ ഇടയിൽ വൻ പിന്തുണ ലഭിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. നിലവിൽ ക്യാൻസർ പോലെ ഗുരുതരമായ രോഗം ബാധിച്ചവർക്ക് പോലും വേദന സഹിച്ച് ആഴ്ചകളോളം കാത്തിരിക്കേണ്ട ദുരവസ്ഥയാണ് ഉള്ളത്. ഇതിന് ഒരു മാറ്റമുണ്ടാകുമെന്ന വാഗ്ദാനത്തിന് ജനങ്ങളുടെ ഇടയിൽ വൻ സ്വീകാര്യത ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പോഴും 43% രോഗികൾക്കും ചികിത്സ ലഭിക്കുന്നതിന് 18 ആഴ്ചയിൽ കൂടുതൽ കാത്തിരിക്കേണ്ടതായി വരുന്നതായാണ് കണക്കുകൾ കാണിക്കുന്നത്. NHSനെ പുനരുദ്ധരിക്കാനുള്ള തങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമർ അവതരിപ്പിക്കും. വെസ്റ്റ് ബ്രോംവിച്ചിലെ ഹെൽത്ത് ലൈൻ ഹോസ്പിറ്റലിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട രോഗി നഴ്സിനെ ആക്രമിച്ച സംഭവം പ്രതിക്ക് 13 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച് കോടതി. മാനസികാരോഗ്യ വിഭാഗത്തിലെ നഴ്സായ കസീമ അഫ്സൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട രോഗിയുടെ ആക്രമണത്തിന് ഇരയാവുകയായിരുന്നു. 25-കാരനായ രോഗി തന്റെ വസ്ത്രത്തിൽ നിന്നുള്ള ചരട് ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കസീമയെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. ഒടുവിൽ മറ്റ് ജീവനക്കാർ എത്തി രക്ഷപ്പെടുത്തിയപ്പോഴേക്കും കസീമയുടെ ബോധം നഷ്ടമായിരുന്നു. വെസ്റ്റ് ബ്രോംവിച്ചിലെ ഹെൽത്ത് ലൈൻ ഹോസ്പിറ്റലിലെ വാർഡിൽ രോഗിയെ പ്രവേശിപ്പിച്ചപ്പോൾ നിരീക്ഷണ സമയത്ത് രോഗിയുടെ മുറിയിൽ 2 അംഗങ്ങൾ ഉണ്ടായിരിക്കണമെന്നതാണ് നിയമം. പ്രത്യേകിച്ചും രോഗി ജനിച്ചത് സ്ത്രീ ആയിട്ടാണെങ്കിലും പുരുഷനായാണ് തിരിച്ചറിയുന്നത്. കൂടാതെ സ്വയം ഉപദ്രവിക്കാൻ സാധ്യത രോഗി നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യങ്ങളിൽ നിരീക്ഷണ സമയം 2 നഴ്സുമാർ ഉണ്ടായിരിക്കേണ്ടതാണ്. രോഗി ശുചിമുറി ഉപയോഗിക്കുമ്പോഴും വസ്ത്രം മാറ്റുമ്പോഴും ഉള്ള സമയങ്ങളിൽ മെയിൽ നേഴ്സിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് പരാതിപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ ഇത്തരം സാഹചര്യങ്ങളിൽ മെയിൽ നേഴ്സിനെ മുറിയിൽ നിന്ന് പുറത്തു കടക്കാൻ അനുവദിക്കുന്ന തരത്തിൽ പരിചരണ പദ്ധതി പരിഷ്കരിക്കുകയായിരുന്നു. നേഴ്സായ കസീമയെ ഒറ്റയ്ക്ക് കിട്ടാൻ പ്രതി ടോയ്ലറ്റ് ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനുശേഷം കഴുത്തിൽ ചരട് ചുറ്റുകയായിരുന്നു. വോൾവർഹാംപ്റ്റൺ ക്രൗൺ കോടതിയിൽ കൊലപാതക ശ്രമത്തിന് രോഗിയായ കീഫ സട്ടൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി മെയ് 23 പ്രതിക്ക് കുറഞ്ഞത് 13 വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്തു. ഇനി നാട്ടിലെ വാർത്തകൾ. 2000-ഓളം പോലീസുകാർ, പ്രത്യേക ബോട്ട്. ധ്യാനത്തിനെത്തുന്ന പ്രധാനമന്ത്രിക്ക് കനത്ത സുരക്ഷ ഒരുങ്ങുന്നു. 2000-ഓളം പോലീസുകാരെ കന്യാകുമാരിയിൽ വിന്യസിച്ചു. തിരുനെൽവേലി DIGയുടെ മേൽനോട്ടത്തിൽ കന്യാകുമാരി SP-ക്കാണ് സുരക്ഷാ ചുമതല. ആദ്യമായാണ് വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി ധ്യാനമിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് SPG സംഘവും എത്തി. 30 വൈകിട്ട് 4:45 പ്രധാനമന്ത്രി കന്യാകുമാരിയിലെത്തും. ധ്യാനത്തിനു ശേഷം ജൂൺ 1 വൈകിട്ടോടെ തിരുവനന്തപുരം വഴി ഡൽഹിയിലേക്ക് തിരിച്ചു പോകും. KSRTC ജീവനക്കാർക്ക് ആശ്വാസം നൽകി ജീവനക്കാരുടെ പ്രതിസന്ധിക്ക് പരിഹാരവുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ജീവനക്കാർക്ക് 1-ാം തീയതി തന്നെ ശമ്പളം നൽകുമെന്ന് ഗതാഗത മന്ത്രി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചു. ഗഡുക്കളായി ശമ്പളം നൽകുന്ന രീതി ഒഴിവാക്കാൻ ഫോർമുലയും കണ്ടെത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ ധനമന്ത്രിയെയും ഗതാഗത മന്ത്രിയെയും മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. യാത്രക്കാർ യജമാനന്മാരാണെന്ന് ജീവനക്കാർ മനസ്സിലാക്കണം. ബസ്സിൽ കയറുന്ന ജനങ്ങളോട് മാന്യമായി പെരുമാറണം. സ്വിഫ്റ്റിലെ ചില ജീവനക്കാരെക്കുറിച്ച് മോശമായ അഭിപ്രായം വരുന്നുണ്ടെന്നും അദ്ദേഹം കുറിച്ചു. ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK അധ്യക്ഷനുമായ MK സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് ശേഷം പുതിയ പദവിയിൽ അവരോധിക്കാനാണ് തീരുമാനം. നിലവിൽ ഉദയനിധി സ്റ്റാലിൻ കായിക യുവജനക്ഷേമ മന്ത്രിയും DMK യുവജന വിഭാഗം സെക്രട്ടറിയുമാണ്. 2006-2011 കാലയളവിൽ അന്നത്തെ മുഖ്യമന്ത്രി M കരുണാനിധി മകൻ സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കിയിരുന്നു. അന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരുന്നു സ്റ്റാലിൻ. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന നടപടി സംഘടനാ തലത്തിലും ഭരണത്തിലും സ്റ്റാലിന്റെ പിൻഗാമി ഉദയനിധിയാണെന്ന് പരോക്ഷ പ്രഖ്യാപനം നടത്തുന്നതിന് തുല്യമാണ്. നടൻ വിജയ് പുതിയ പാർട്ടി രൂപവത്കരിച്ച് രാഷ്ട്രീയത്തിലിറങ്ങുന്ന സാഹചര്യത്തിൽ ഉദയനിധിയെ DMKയുടെ മുന്നണി പോരാളിയായി മുൻനിർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇനി സ്പോർട്സ് വാർത്തകൾ. ജൂഡ് ബെല്ലിംഗ്ഹാം ലാലിഗയിലെ സീസണിലെ മികച്ച താരം. റയൽ മാഡ്രിഡിലെ തന്റെ ആദ്യ സീസണിൽ തന്നെ പ്ലെയർ ഓഫ് ദി സീസണായി മാറി ജൂഡ് ബെല്ലിംഗ്ഹാം. എന്നാൽ ലാലിഗ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ സീസണിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. റയൽ മാഡ്രിഡിന്റെ ലാലിഗ കിരീട നേട്ടത്തിൽ വലിയ പങ്ക് വഹിക്കാൻ ജൂഡ് ബെല്ലിംഗ്ഹാമിന് ആയിരുന്നു. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 106.20 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.